പാലക്കാട് മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ ചെറിയ ബാരലുകളിലേക്ക് മാറ്റി. മണ്ണാർക്കാട് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണിൽ നിർവീര്യമാക്കാതെ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ കീടനാശിനിയാണ് ചെറിയ വീപ്പകളിലേക്ക് മാറ്റിയത്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ് നടപടി. അതീവ രഹസ്യമായാണ് പുതിയ വീപ്പകളിലേക്ക് മാറ്റുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പറയൂ. അരുണിലേക്ക് എത്താം. പാലക്കാട് മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ സൂക്ഷിച്ച എൻഡോസൾഫാനാണ് ചെറിയ ബാരലുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. മണ്ണാർക്കാട് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണിൽ നിർവീര്യമാക്കാനാകാതെ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ കീടനാശിനിയാണ് ചെറിയ വീപ്പകളിലേക്ക് ഇത്തരത്തിൽ മാറ്റിയത്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ് നടപടി. അതീവ രഹസ്യമായാണ് പുതിയ വീപ്പകളിലേക്ക് മാറ്റുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത്. നമുക്കറിയാം, ഒരു കാലത്ത് വലിയ രീതിയിലാണ് കാസർഗോഡും പാലക്കാടുമൊക്കെ ഇത്തരത്തിൽ എൻഡോസൾഫാൻ കീടനാശിനി ഉപയോഗം ഉണ്ടായിരുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കീടനാശിനി ആയതുകൊണ്ട് തന്നെ അത് നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നിലവിൽ പാലക്കാട് മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ സൂക്ഷിച്ച എൻഡോസൾഫാനാണ് ചെറിയ ബാരലുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. അരുണിലേക്ക് പോകുന്നു. അരുൺ, പറയൂ. പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലത്തെ എൻഡോസൾഫാൻ ശേഖരം പ്രദേശത്ത് നിന്ന് നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ എൻഡോസൾഫാൻ നിരോധനത്തിന് ശേഷം 2014 പുതിയ ബാരലുകളിലേക്ക് ഇത് മാറ്റി 1 മാസത്തിനകം പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഈ എൻഡോസൾഫാൻ ശേഖരം മാറ്റിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ 11 കൊല്ലത്തിന് ശേഷമാണ് ഇത് ഇത്തരത്തിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലും ഉണ്ടായത്. ഈ 2015 തത്തേങ്ങലത്ത് നടത്തിയ എൻഡോസൾഫാൻ സ്ക്രീനിംഗ് ടെസ്റ്റ് റിസൾട്ട് ഈ സർക്കാർ 7 വർഷത്തോളം പൂഴ്ത്തിവെച്ചത് ഈ 2022 കാലയളവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ ഇടപെടൽ മൂലം അവരെയൊക്കെ കൃത്യമായി അറിയിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും ഇതിൽ ഈ എൻഡോസൾഫാൻ ഇവിടുന്ന് മാറ്റുന്നതിനോ മറ്റോ വേണ്ട കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇതിങ്ങനെ അപകടകരമായ രീതിയിൽ തുടരുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് നമ്മൾ ജനം TV ഉൾപ്പെടെ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ എൻഡോസൾഫാൻ ശേഖരം പഴയ ബാരലുകളിൽ കിടന്ന് അതിൽ നിന്നിങ്ങനെ പുറത്തേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതി. അവിടെയാണെങ്കിൽ ഇതിന്റെ ഗന്ധമൊക്കെ പരക്കുന്ന ഒരു സ്ഥിതി. പ്രദേശത്ത് നിരവധി ആളുകൾ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരായി കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ഈ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ തന്നെ ഒഴുകി പുറത്തേക്ക് വരികയും അതിന്റെ ദുർഗന്ധം പുറത്തേക്കൊക്കെ വമിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലായിരുന്നു ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴേതായാലും അത് ചെറിയ ബാരലുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ CPCB-യുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതീവ രഹസ്യമായാണ് പുതിയ വീപ്പകളിലേക്ക് മാറ്റുന്ന നടപടികൾ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, കാസർഗോഡ് ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ ചെറിയ ബാരലുകളിലേക്ക് മാറ്റുന്ന നടപടികൾ തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. എന്നാൽ മണ്ണാർക്കാട്ടേത് ഇതിനു മുൻപ് തന്നെ മാറ്റി നിർവീര്യമാക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി ചെറിയ വീപ്പകളിലേക്ക് മാറ്റുന്നതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ 450 ലിറ്റർ എൻഡോസൾഫാൻ ശേഖരമാണ് ഉള്ളത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, കേന്ദ്ര ഇൻസെക്ടിസൈഡ് ബോർഡ് ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ ഇതിന്റെ നടപടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.